ഹലോ, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ വ്ളോഗ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലത്ത് തന്നെ എന്താ എഴുതി കൂട്ടണേന്നല്ലേ, നാളെ തൊട്ട് തനുവിന് എക്സാം തുടങ്ങാം കേട്ടോ. മാത്സാണ് എക്സാം. അപ്പോൾ അവൾക്ക് ഞാൻ സിലബസൊക്കെ നോക്കിയിട്ട് ഒരു എക്സാം പേപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവൾ അത് ഇവിടെ നിന്ന് എഴുതിക്കോളും. ആ ഒരു സമയം കൊണ്ട് എനിക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അവൾക്ക് ബനാന ഫ്രൈ വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ റോബസ്റ്റയാണുള്ളത്. അപ്പോൾ റോബസ്റ്റ വെച്ചിട്ട് കുറച്ച് നെയ്യിൽ ഒന്ന് വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നേന്ത്രപ്പഴം ഉള്ള സമയത്താണെന്ന് വെച്ചാൽ നേന്ത്രപ്പഴം നെയ്യിൽ വാട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ റോബസ്റ്റയാണുള്ളത്. അപ്പോൾ അത് നെയ്യിൽ വാട്ടിയിട്ട് അതിൽ കുറച്ച് ഷുഗറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിച്ചോളൂ കേട്ടോ. അവൾക്കത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ബനാന ഫ്രൈ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയും ചട്നിയും. മിക്ക ദിവസവും നമ്മൾ ദോശയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്നും ദോശ തന്നെയാണ്, ദോശയും ചട്നിയും കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഭണ്ഡാറിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ മേടിക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഒരു മാസത്തേക്കുള്ളത് നമ്മൾ ഒരുമിച്ച് മേടിച്ചിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ട് വെച്ചാൽ അതിനനുസരിച്ച് മേടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഭണ്ഡാറിലെത്തി ഓരോന്നായിട്ട് ഇനി നമുക്ക് എടുക്കാം. ഇന്ന് ഭണ്ഡാറിൽ സാധനങ്ങളൊക്കെ കാര്യമാണ്. നമ്മൾ സാലറി ഡേ വരികയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ നല്ലോണം സാധനങ്ങൾ ഉണ്ടാകും. നമ്മളൊരു 2 ദിവസം വൈകിട്ട് വരികയാണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരുവിധം സാധനങ്ങളൊക്കെ കാലിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഓരോന്നായിട്ട് എടുത്ത് തനുവിന് ക്രോയ്സിനും അതേപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല, ക്രോയ്സിനൊക്കെ കാലിയായിരുന്നു. ബിസ്ക്കറ്റിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പേരറിയണതും പേരറിയാത്തതായിട്ടുള്ള ഒരുപാട് പയറുവർഗ്ഗങ്ങളും അതേപോലെ തന്നെ പരിപ്പ് വർഗ്ഗങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പയർ കണ്ടോ, ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ട് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതാ ഒരു മൾട്ടിഗ്രെയിൻസ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ മസാലകളുണ്ട് കേട്ടോ. ഈ മസാലകളൊന്നും നമ്മുടെ മസാലയുടെ ടേസ്റ്റൊന്നുമല്ല. ഞാൻ ഇവിടെ നിന്ന് മസാലപ്പൊടികളൊന്നും മേടിക്കാറില്ല കേട്ടോ. അതൊക്കെ നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണ് മേടിക്കാറുള്ളത്. ഞാനിവിടേക്ക് മെയിനായിട്ട് വരെ പയറ്, പരിപ്പ്, പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനാണ് കേട്ടോ. നിങ്ങളിവിടെ ബ്ലാക്ക് കളറിലുള്ള ബോട്ടിൽ കണ്ടോ, അതാണ് കേട്ടോ ഇവിടുത്തെ കടുകെണ്ണ. വലിയ ക്യാനൊക്കെയാണ് കേട്ടോ ഓരോരുത്തർ മേടിച്ചുകൊണ്ട്. താനും അതിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റും തപ്പി നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് ഇറങ്ങാൻ നേരത്ത് ഇതാ വരണു മങ്കി. അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ അതാ കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ ഉള്ള ആ ഒരു ട്രീ ഇല്ലേ, ആ ട്രീയുടെ ഫ്ലവേഴ്സൊക്കെ ഇതാ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് പറക്കാനായിട്ട് പോയി കണ്ടോ. അങ്ങനെ 1-2 എണ്ണമൊക്കെ പറക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഒരു മാസത്തെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഇനി ചെന്നിട്ട് വേണം നമുക്ക് ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ വയ്ക്കണത്. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ സവാള ചെറുതായി അരിഞ്ഞതിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. സവാള ചെറുതായിട്ട് വാടിയ പോലെ കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടണേ. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുവിധം എരിവിലാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻ കേസ് എന്തെങ്കിലും എരിവ് കുറവ് തോന്നുകയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇനി വേറൊരു ചട്ടിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി മൂപ്പിച്ചിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കറി കാണാനായിട്ട് വലിയ ഗുമ്മൊന്നുമില്ല, പക്ഷെ നമ്മൾ ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് വരുമ്പോൾ ഭംഗിയാവും കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി അതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് വരുമ്പോൾ ഒന്ന് ഇളക്കി വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ നല്ല ഭംഗിയൊക്കെ ആയി കറി കാണാനായിട്ട്. ഇനി നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അത് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറന്നു, മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറായി, അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയായി, പിന്നെ മോരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത്, പിന്നെ കുറച്ച് വറുക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാങ്ങി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ താനും ഉറങ്ങാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചത്. അവൾ എനിക്കിരിക്കുന്ന സമയമാണെന്ന് വെച്ചാൽ ഫുള്ള് പിന്നെ അവൾ വന്നിട്ട് അതൊക്കെ ഓരോന്നൊക്കെ എടുത്ത് നോക്കാനൊക്കെ ഇരിക്കുക. അപ്പോൾ അതിനും നല്ലത് ഞാൻ അവളില്ലാത്തപ്പോൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അവൾ ഉറങ്ങിയ സമയത്ത് ഇതൊക്കെ എടുത്ത് വെക്കണത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.